അടിയുടെ വിടിയുടെ ഇടിയുടെ നടുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് പലരും പറയാറുണ്ടല്ലോ. അത്തരത്തിൽ ചെറിയൊരു അനുഭവം ഇന്ന് പയ്യന്നൂരിൽ നിന്ന് ഞങ്ങൾക്കും ഉണ്ടായി. ഇലക്ഷനോടനുബന്ധിച്ച് പയ്യന്നൂർ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിരുന്നു പയ്യന്നൂർ ടൗണിൽ ഞങ്ങൾ ഇറങ്ങിയത്. കോൺഗ്രസിന്റെയും LDFന്റെയും പൊട്ടിക്കലാശം നടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് പയ്യന്നൂർ ടൗണിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോഴാണ് ഒരു ചേട്ടൻ, അതായത് മിക്കവാറും LDFന് വളക്കൂറുള്ള മണ്ണാണ്, ചുവന്ന കോട്ടയാണ് പയ്യന്നൂർ, അതുകൊണ്ട് മിക്ക ആളുകളും പറഞ്ഞത് LDFനൊപ്പം നിൽക്കുന്ന ഒപ്പീനിയൻ ആയിരുന്നു. കോൺഗ്രസിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്നവരോടും നമ്മൾ ഈ ചോദ്യം ചോദിച്ചു, ആർക്കൊപ്പം നിൽക്കും ഇത്തവണ പയ്യന്നൂർ എന്ന്. അപ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് നേരെ ചീറിയെടുത്തത്. അപ്പൊ ആ കാഴ്ച ആദ്യം കാണാം. പയ്യന്നൂർ ആർക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്ന് വഴിയെ കാണാം. അവരെ പറയൂ, അങ്ങനെ പറയില്ല. കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു, മറ്റൊക്കെ കുഞ്ഞികൃഷ്ണൻ ഉണ്ടാവില്ല, കഞ്ഞികൃഷ്ണൻ ഉണ്ടാവില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കഞ്ഞികൃഷ്ണൻ. പിന്നെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. ഈ യൂട്യൂബ് നാളെ കഴിഞ്ഞ് കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പയ്യന്നൂരിലേക്കാണ്. ശക്തമായ മത്സരമാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം. നാളെ കഴിഞ്ഞ് നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പയ്യന്നൂരിൽ എന്തായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ? പയ്യന്നൂരിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇല്ല. കോൺഗ്രസ് പിന്താങ്ങുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് പയ്യന്നൂരില്. പിന്നെ എല്ലാ കാലവും LDF ആണ് പയ്യന്നൂരിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് തോന്നുന്നത്? ഇപ്രാവശ്യം LDF തന്നെയാണ് ആയിരിക്കും. 100%. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്യും. പ്രതീക്ഷ നമ്മൾ മധുവട്ടനാണ് ഇപ്രാവശ്യം കഴിഞ്ഞ കാട്ടിയും ഭൂരിപക്ഷം കൂടുന്നില്ല. പയ്യന്നൂരൊന്നും പറയാൻ പറ്റില്ല. പ്രതീക്ഷ ജയിക്കും. സാധാരണ അങ്ങനെയാണ്. ഭൂരിപക്ഷം കുറച്ച് പറയാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ആര് ജയിക്കുന്നില്ല പറയാൻ പറ്റില്ല. ശരി, എന്നാ ജയിക്കണം വിചാരിക്കുന്നു. പൊതുവട്ടനെ നമ്മളന്ന് കൊണ്ടുവരണം ജയിച്ചിട്ട്. ഇവര് നെപ്പുസ്ഥിരം ഉള്ളവർ തന്നെ വിജയിക്കും, നല്ല ഭൂരിപക്ഷം തന്നെ ജയിക്കും. ഈ ജനങ്ങളെ ഈ ആവേശം കാണുന്നില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കുറെ കാലത്തിന് ശേഷം പയ്യന്നൂർ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രചരണം എല്ലാം കൊണ്ടും സജീവമാണ്. എല്ലാ കോൺഗ്രസിന്റെയും UDFന്റെയും ലീഗിന്റെയും എല്ലാവരും സജീവമായിട്ട് കുഞ്ഞികൃഷ്ണന്റെ ബാക്കിലാണ്. ആ പ്രവർത്തനത്തിലാണല്ലോ എന്ന് മാത്രം പറഞ്ഞോളൂ. ഇടതുപക്ഷം തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഒരു പ്രതീക്ഷയുള്ളത്? അങ്ങനെ പ്രതീക്ഷ അങ്ങനെ ആയിരിക്കും. 99% അങ്ങനെ ആയിരിക്കാൻ ചാൻസ്. പയ്യന്നൂർ മാറാൻ സാധ്യത കാണുന്നില്ല. മാറാൻ ചാൻസ് ഉണ്ട്. പയ്യന്നൂരിൽ എന്തായിരിക്കും ഒരു പ്രതീക്ഷ? മധുവട്ടം തന്നെ ജയിക്കും. മധുവട്ടം ജയിക്കും എന്തായാലും. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ LDFന്റെ തന്നെയാണ്. ഇവിടെ മത്സരം തന്നെയായിരിക്കും. കുഞ്ഞികൃഷ്ണൻ എന്തായാലും ജയിക്കൂല, അത്രേ പറയാം. ഈ തവണ എന്തു തന്നെയായാലും LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണ് തൊഴിലാളികൾ, വിശേഷിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ഓട്ടോ മേഖലയിൽ തൊഴിലാളികൾ ആഗ്രഹിക്കുക. കാരണം എല്ലാ കാലത്തും തൊഴിലാളികളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓട്ടോ തൊഴിലാളികളെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടി ആശ്വാസങ്ങൾ നൽകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് ബഡ്ജറ്റിലടക്കം സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും കേന്ദ്ര ഭരണാധികാരികൾ ഈ മേഖലയെ ദുരിതത്തിലേക്ക് നയിക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും ആശ്വാസകരമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഒന്ന്, 15 വർഷം കഴിഞ്ഞ വണ്ടികൾ പൊളിക്കണമെന്ന തീരുമാനം കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞങ്ങളത് അവതരിപ്പിച്ചപ്പോൾ അത് 22 വർഷമാക്കി ഉയർത്താൻ വേണ്ടി തയ്യാറായി. വാഹനങ്ങളുടെ CF ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ 10 മടങ്ങ് വർധനവ് ഏർപ്പെടുത്തിയപ്പോൾ കേരള ഗവൺമെൻറ്റിന് കഴിയാവുന്ന തരത്തിലുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ സഹായിച്ചു. മറ്റൊന്ന്, കേരളത്തിൽ ഓട്ടോകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരാശയം ഉയർത്തിക്കൊണ്ടുവരികയും അത് ഇന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് ഡീസൽ വണ്ടികൾ പൊളിക്കുമ്പോൾ അതിന് സ്ക്രാപ്പേജ് വാല്യൂ വേണം എന്ന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഗവൺമെൻറ് തീർത്തും അത് അവഗണിച്ചു. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ 40,000 രൂപ സ്ക്രാപ്പേജ് വാല്യൂ ഈ ഓട്ടോകൾക്ക് കൊടുക്കണമെന്ന തീരുമാനം കൂടി എടുത്തു. ആ പശ്ചാത്തലത്തിൽ ഓട്ടോ തൊഴിലാളികൾ, കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ നിർബന്ധമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി
പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പയ്യന്നൂരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഒരു പ്രതീക്ഷ? ഒരു പ്രതീക്ഷ പറഞ്ഞോ. തെരഞ്ഞെടുപ്പിൽ പിന്നെ സാധാരണ അടുത്ത വർഷം എന്തായാലും കേരളത്തിൽ അധികാരത്തിൽ വരും. ഇപ്പം എല്ലാം നിങ്ങളുടെ എല്ലാ സർവേയും നിങ്ങൾ എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. എല്ലാ സർവേയും പറയുന്നത് 72 മുതൽ 90 സീറ്റ് വരെ അടുത്ത വർഷം നേരിടുന്നത്. എന്ത് തന്നെ ആയാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല വഴികളും അടച്ചിടാതിരിക്കാനും UDF അധികാരത്തിൽ വരാതിരിക്കുക, അതാണ് ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്പോഴത്തെ മുൻ MLA EI മധുസൂദൻ അവർ ജയിച്ചു. കനത്ത മത്സരമായിരിക്കും എന്ന് പറയാം. കടുത്ത മത്സരമായിരിക്കും. കനത്ത മത്സരമായിരിക്കും. ഫലം എന്താണെന്ന് നമുക്കറിയില്ല. ഫലം പറയാൻ പറ്റില്ല. അതെ.